നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേട്ടാ വേണ്ട, താലി കെട്ടരുത്. ഏട്ടൻ ജാസ്മിനെ വിവാഹം കഴിക്കരുത്. ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ. നിനക്കെന്താ പറ്റിയത്? നീ എന്തിനാ ഇത് തടയുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ഏട്ടൻ എന്തിനാ ജാസ്മിനെ വിവാഹം കഴിക്കുന്നത്? ഏട്ടൻ ഇപ്പൊ ജാസ്മിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ചെയ്യാത്ത തെറ്റ് ഏട്ടൻ സ്വയം ഏറ്റെടുത്തതിന് തുല്യാവും. ജാസ്മിനെ ഞാൻ വിവാഹം കഴിക്കാം. ആ വീഡിയോ കണ്ടിട്ടാണോ ഏട്ടൻ തെറ്റിയതെന്ന് നിങ്ങൾ പറയുന്നത്? എന്നാൽ ഏട്ടൻ ജാസ്മിനോട് എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമം കാണിച്ചിട്ടുണ്ടോ എന്ന് സ്ഥാപിക്കാൻ അതിന് ആ വീഡിയോ മാത്രം പോരാ, വിശ്വസനീയമായ തെളിവ് വേറെ വേണം. ജാസ്മിനെ നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം. ഏട്ടാ ഏട്ടൻ എഴുന്നേക്ക്. എഴുന്നേക്ക്. ഒരു കാര്യം പറയണോ? എന്താടി, എന്താ കാര്യം? ഈ കല്യാണം നടക്കാൻ പാടില്ല. വിപിൻ സർ ജാസ്മിനെ കല്യാണം കഴിക്കാൻ പാടില്ല. പല്ലവി, നീ എന്താ ഈ പറയുന്നേ? വിപിൻ ആരെ വിവാഹം കഴിക്കണം കഴിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത് വിപിനല്ലേ? ഇതിനിടയില് ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചിക്കിപ്പോ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമായല്ലോ. ഇനി എന്റെ ജീവിതം എന്തായാലും എന്താ? പല്ലവി, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിന്തിച്ചാ അത് നിനക്ക് മനസ്സിലാകാമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു ഒഴിയണ്ട. ചേച്ചിയെ വിപിൻ സാറിന് വലിയ ബഹുമാനോ. ഗായത്രി അമ്മയുടെ സ്ഥാനത്താ വിപിൻ സാർ ചേച്ചിയെ കാണുന്നത്. അതുകൊണ്ട് ചേച്ചി ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ വിപിൻ സാർ അത് അക്ഷരം പ്രതി അനുസരിക്കും. എങ്കിലും എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇത് പറയുന്നത് ശരിയല്ല. വിപിനെ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഓഹോ, ഈ ചോദ്യം കൊള്ളാലോ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിപിൻ സാറിനൊപ്പം ഇരിക്കുമെന്ന് ചേച്ചിക്ക് അറിയില്ലേ? വിപിൻ സാർ ജാസ്മിനെ വിവാഹം കഴിച്ചാ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വിപിൻ സാറ് വിവാഹം കഴിക്കേണ്ടത് എന്നെയാ. വിപിൻ സാറിന്റെ ഭാര്യ ആകേണ്ടത് ഞാനാ. പല്ലവി, വിപിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൻ നിന്റെ മുഖത്ത് നോക്കി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞിട്ടും നീ എന്തിനാ വിപിനെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് വാശി പിടിക്കുന്നേ? വിപിൻ സാറിന്റെ ഇഷ്ടം അനിഷ്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട വിഷയമല്ല. വിപിൻ സാറിന് ഉള്ളുകൊണ്ട് എന്നെ ഇഷ്ടമാണെന്നും അത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് അത് ചേച്ചി ചിന്തിക്കണ്ട. എനിക്ക് ഒന്നേ അറിയേണ്ടതുള്ളൂ, ചേച്ചിക്ക് വിപിൻ സാറിനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ചേച്ചി വിപിൻ സാറിനെ ഇതിൽ നിന്ന് തടയും. പല്ലവി, എനിക്ക് നീയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഞാൻ തന്നെയാണ് നീയെന്നാ ഞാൻ കരുതുന്നേ. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല. ഉറപ്പാണോ? ഇക്കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. അപ്പോ ചേച്ചി എന്നെ സഹായിക്കില്ല? ഇതിലില്ല. ശരി, ആരും എന്നെ സഹായിക്കണ്ട. ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും വിപിൻ സാറിന് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ അനുവദിക്കില്ല. പ്രഭേച്ചി വിശാലിനോട് സംസാരിക്കുകയാണല്ലോ. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. പ്രഭേച്ചി ഒന്ന് വരട്ടെ. അല്ലാതെ എനിക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മോളെ. അധികം നീട്ടിക്കൊണ്ടു പോവരുത്. ഇനി വിശാലിന് ചിന്തിക്കാൻ അവസരം കൊടുത്താ അവൻ വഴുതി പോവാ. ആന്റി,
നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്താ പോരാ. ഇന്ന് തന്നെ വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടന്നേ തീരൂ. ഞാൻ പോയി കതിർ മണ്ഡപത്തിലിരിക്കാം. സുശീല ആന്റി ഇനിയും മടിച്ചു നിൽക്കാതെ അങ്ങോട്ട് വന്ന് എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്ക്. എന്നിട്ട് വിപിന്റെ കയ്യിൽ നിന്നും താലി വാങ്ങി വിശാലിന് കൊടുക്ക് വേഗം. ഈശ്വരാ. അതെ, നമുക്കിനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പല്ലവി എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുൻപ് അവളെ തടയണം. ബ്രോ വന്നേ, നമുക്ക് അവളെ കാണാം. പാർവതി വാ. പല്ലവിക്ക് വിപിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോ നമ്മളത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്റെ പൊന്നു ബ്രോ, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ അഴിയ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നെ. അതൊരു വിധം സോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ബ്രോയായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അല്ല ഗാർഗി, അത് ബ്രോ, വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടത്തി കൊടുക്കുമെന്നാ ബ്രോ പറയുന്നേ? ആ വിവാഹം നടത്തണോന്ന് പല്ലവിക്ക് മാത്രം ആഗ്രഹം തോന്നിയാ മതിയോ? പല്ലവിയെ വിവാഹം കഴിക്കണോന്ന് വിപിനും കൂടി താല്പര്യം തോന്നണ്ടേ? അതിപ്പോ നമുക്ക് അവനോട് ചോദിക്കാമല്ലോ. ചോദിക്കണമെന്ന് ഇല്ല വിശാൽ സർ. പല്ലവി വിവാഹം കഴിക്കാൻ വിപിന് തീരെ ഇഷ്ടല്ല. അത് പാർവതിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ വിപിനോട് അഭിപ്രായം ചോദിച്ചായിരുന്നോ? ഇപ്പോ ഞങ്ങൾ വിപിനോട് ഈ വിഷയം സംസാരിച്ചിട്ടില്ല. പക്ഷേ വിപിനോട് പല്ലവി പല പ്രാവശ്യം അവളുടെ ആഗ്രഹം പറയുന്നതും വിപിൻ അവളുടെ ആഗ്രഹത്തെ തള്ളി പറയുന്നതും പല്ലവി വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്നും അവൻ അവളുടെ മുഖത്ത് നോക്കി പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. വിപിനെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം പല്ലവി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പല്ലവിയെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇത് തന്നെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അല്ല, അപ്പോ ഇപ്പൊ വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോകുന്നതും അവന്റെ പൂർണ്ണമായ ഇഷ്ടം കൊണ്ടല്ലല്ലോ. ബ്രോ, ജാസ്മിനെ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം വിപിൻ സ്വയം എടുത്തതാ. അത് അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ചെടുപ്പിച്ചതൊന്നുമല്ല. പക്ഷേ പല്ലവിയുടെ കാര്യത്തിൽ അതല്ലല്ലോ. ഇതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.